മോർച്ച വിവാദം. പിപിക്ക് നൽകിയ നേതാക്കൾക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ അടങ്ങിയ കത്ത് ചോർന്നു. CPIM ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകിയത് ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ്. കത്ത് ചോർന്നതിന് പിന്നിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാമെന്ന് ആരോപണം. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടറധികാർ യാത്രയ്ക്ക് ബീഹാറിൽ അല്പസമയത്തിനകം തുടക്കം. 12 ദിവസത്തെ യാത്ര 20 ജില്ലകളിലൂടെ ഇന്ത്യ മുന്നണി നേതാക്കളും പങ്കെടുക്കും. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ മറുപടി നൽകിയേക്കും. വോട്ടർ പട്ടിക ആരോപണങ്ങളിൽ മൗനം വെടിഞ്ഞ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകും. ആരോപണം ഉന്നയിച്ചത് വാനരന്മാരെന്നും പരിഹാസം. നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഒരു ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീലിന് സർക്കാർ നീക്കം. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം നീക്കം ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ആലോചന. ഉത്തരവ് വിജിലൻസ് മാനുവലിന് വിരുദ്ധമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വടക്കൻ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് ബത്തേരി സ്വദേശി മെൽബിൻ മാത്യു. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. മദ്യദുരന്തത്തിൽ നടപടി കടുപ്പിച്ച് കുവൈറ്റ്. സ്ത്രീകളടക്കം 67 പേർ പിടിയിൽ. പിടിയിലായവരിൽ 3 പേർ നേപ്പാളി പൗരന്മാരും. പരിശോധനയിൽ മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തി. ഇന്ത്യ-US വ്യാപാര കരാറിൽ അനിശ്ചിതത്വം. വ്യാപാര കരാറിന്മേലുള്ള ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ സംഘം തൽക്കാലം ഇന്ത്യയിലേക്കില്ല. തീരുമാനം കാർഷിക മേഖലയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ. പ്രതീക്ഷയുടെ വെളിച്ചം വീശി ഇന്ന് ചിങ്ങം 1. ഓണപ്പുലരികളെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. പുതുവർഷ പുലരിയിൽ കൃഷിയൊരുക്കങ്ങളുമായി കർഷകർ.